ഹേ ഗൈസ്, CMF ഫോൺ 1 ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ട് ഒരാഴ്ചത്തോളമായി. അപ്പോൾ ഇതിൽ 2-3 പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ CMF ഫോൺ 1 ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ ആ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ ഫീച്ചേഴ്സൊന്നും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ആദ്യം പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസിനെ പറ്റി പറയാന്ന് വെച്ചാൽ ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഫോണിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇവിടെ പണ്ടത്തെ മാതിരി എനിക്ക് ലാഗും ജിറ്ററൊന്നും കാണാൻ കിട്ടില്ല. ഒരു ആപ്ലിക്കേഷന് വേറെ ആപ്ലിക്കേഷനിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ലാഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് കാണാനില്ല. ഓക്കെ, ഇപ്പോൾ ബാറ്ററി ലൈഫിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ ബാറ്ററി ലൈഫിൽ സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് നിങ്ങൾ പറയുക കമൻറ്റ് സെക്ഷനിൽ, നിങ്ങൾക്ക് വല്ലതും ബാറ്ററിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന്. ബിക്കോസ് ഇവിടെ ഞാൻ രാവിലെ 7 മണിക്ക് ഫുൾ ചാർജ് ചെയ്യുമ്പോൾ രാത്രി ഒരു 9:30-10 മണിയാകുമ്പോൾ എനിക്കൊരു 25-20% ബാക്കിയുണ്ടാവും എൻ്റെ യൂസേജിൽ. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്കൊരു 30-37% ബാക്കി ഉണ്ടാവുന്നുണ്ട് എൻ്റെ യൂസേജിൽ. ഒരു ആവറേജ് കണക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫിൽ ചെറുതായിട്ടൊന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. 3 ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ട്സ്പോട്ട് നമുക്ക് മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേമാതിരി ആപ്ലിക്കേഷൻ്റെ പാസ്വേഡും ഫോണിൻ്റെ പാസ്വേഡും നമുക്ക് മാറ്റിയിടാൻ പറ്റും. അതേമാതിരി പ്രൈവറ്റ് സ്പേസിലും നമുക്ക് പാസ്വേഡ് വയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ചെറിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. വീഡിയോ കാണാത്തവർ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരു മാറ്റം കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നത്തിങ് ഗാലറി എന്ന് സെർച്ച് ചെയ്യുക. നത്തിങ് ഗാലറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നത്തിങ് ഗാലറിയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. ആ അപ്ഡേറ്റ് ചെയ്തോളൂ. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഞാൻ നത്തിങ് ഗാലറി ഓപ്പൺ ചെയ്യുകയാണ്. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവും കാണാൻ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. ഒരു ഫോട്ടോ എടുത്തിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്യാൻ പോവാണ്. പണ്ട് നമ്മൾ എഡിറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലാവും കൊണ്ടുപോവുക. ഇപ്പോൾ നമുക്ക് നത്തിങ് ഗാലറിയിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാണ്. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതുമാതിരി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേമാതിരി ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ മിറർ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുകയെന്ന് വെച്ചാൽ മിറർ ഇങ്ങനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് 90 ഡിഗ്രീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ റേഷ്യോ മാറ്റാൻ പറ്റും. 3:4, 2:3, 9:16, 4:3, 3:2 ഇങ്ങനത്തെ റേഷ്യോസ് നമുക്ക് മാറ്റാൻ പറ്റും. അതേമാതിരി വേർട്ടിക്കലാക്കാൻ പറ്റും. നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ വേർട്ടിക്കലാക്കാൻ പറ്റും നമ്മുടെ ഇമേജസിന്. അതേമാതിരി നമുക്ക് ഹൊറിസോണ്ടലാക്കാൻ പറ്റും. ഇങ്ങനെ ആക്കിയിട്ട് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷനാണ് നമുക്കിവിടെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, വൈബ്രൻസ്, സാച്ചുറേഷന്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, വാംത്ത്, ടിൻറ്റ്, ഷാർപ്പന്, വൈറ്റ് പോയിൻറ്റ്, ബ്ലാക്ക് പോയിൻറ്റ്, ഗ്രെയിന്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഫോട്ടോ എഡിറ്റിംഗ് സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ഫോട്ടോ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ്റെ ഫിൽറ്ററിൻ്റെ. അപ്പോൾ ഫിൽറ്ററിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെട്രോ, ടോണ്, CC ഫിലിം അതൊക്കെ കാണാൻ കിട്ടും. പിന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. കണ്ടില്ലേ, ഫിൽറ്ററിൻ്റെ സ്ട്രെങ്ത്ത് ഇത് എത്ര വേണമെന്ന് നമുക്ക് കൂട്ടാൻ പറ്റും. മാക്സിമം വേണമെങ്കിൽ മാക്സിമം വയ്ക്കാൻ പറ്റും. കുറച്ച് വയ്ക്കണമെങ്കിൽ കുറച്ച് വയ്ക്കാനും പറ്റും. അപ്പോൾ നല്ലൊരു എഡിഷനാണ് കൊടുത്തിരിക്കുന്നത് നത്തിങ് ഗാലറിയിൽ. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ക്യാമറേനെ പറ്റി പറയാന്ന് വെച്ചാൽ ക്യാമറയിൽ ഒരു ചേഞ്ചസും കാണാൻ കിട്ടുന്നില്ല. ലൈക്ക് CMF ഫോൺ 1 ലോഞ്ച് ആയപ്പോൾ ഇതിൻ്റെ ക്യാമറ ഭയങ്കര ആവറേജ് ആയിരുന്നു. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ ക്യാമറ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കുറച്ച് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെടുക്കുന്ന ഫോട്ടോസൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് ഫോട്ടോ സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഒന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു മാറ്റങ്ങൾ കാണാൻ കിട്ടിയത് CMF ഫോൺ 1 ആഫ്റ്റർ ദ ജൂൺ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്